ന്യൂസ് മലയാളം 24/7 സത്യം പറയട്ടെ. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലായിരിക്കെ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ 3 ദിവസത്തെ ധ്യാനത്തിന് പഴുതടച്ച സുരക്ഷ. യാത്ര ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ. കാലവർഷം കേരളത്തിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ജില്ലകളിൽ കാലവർഷക്കെടുതി രൂക്ഷം. ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. മധ്യകേരളത്തിൽ പേമാരി. പാലക്കാടും തൃശൂരും വ്യാപക നാശനഷ്ടം. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നഷ്ടം. വിവിധയിടങ്ങളിൽ ക്യാമ്പ് തുറന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇനി നിശബ്ദ പ്രചാരണം. ശനിയാഴ്ച വിധിയെഴുതുക. 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങൾ. നരേന്ദ്രമോദിയുടെ വാരാണസി ഉൾപ്പെടെയുള്ള താരമണ്ഡലങ്ങൾ വിധിയെഴുതും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളിൽ 14% പേർക്കെതിരെ കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള ഗുരുതര ക്രിമിനൽ കേസുകൾ ഉള്ളതായി റിപ്പോർട്ട്. 1191 പേർക്കെതിരെ 2 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കുന്ന ഗുരുതര ക്രിമിനൽ കേസുകൾ. സ്ഥാനാർത്ഥികളിൽ 31% പേർ കോടിപതികൾ. കണക്ക് പുറത്തുവിട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. മോദിയുടേത് പരോക്ഷമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് ആരോപണം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ച ശേഷമുള്ള ധ്യാനമെന്നും ഇത് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്നും കോൺഗ്രസ്. സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയുടെയും വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളുടെയും അവലോകനം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. 20 കേന്ദ്രങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ ഒരുക്കങ്ങളും വിലയിരുത്തി പൂർത്തിയാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 21 പോയിന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള അവലോകനം. വോട്ടെണ്ണൽ ജൂൺ 4-ന്. കൊച്ചിയിലെ അവയവ കച്ചവടത്തിൽ അന്വേഷണം വേണമെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. ന്യൂസ് മലയാളം പുറത്തുവിട്ട രേഖകളിൽ അന്വേഷണം. അല്ല, എനിക്കതിലിപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. അവയവ കച്ചവടം ഗുരുതരമായ കുറ്റകൃത്യമാണ്. കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അതിന് നിങ്ങളുടെ അടുത്ത് രേഖകളും തെളിവും ഉണ്ടാണ്. അതനുസരിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ, രേഖകളും തെളിവും ഉണ്ടെങ്കിൽ. ഞാൻ ഒറ്റൊരു കാര്യമേ പറയുന്നുള്ളൂ, മുൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ. അവയവത്തിന് കാത്തു കിടക്കുന്ന ജീവൻ നിലനിർത്താൻ വേണ്ടി യാചിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. അവർക്ക് ആരെങ്കിലും സ്വമേധയാ അവയവം ദാനം ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമാകരുത്. മറ്റൊന്ന്, ഇതെല്ലാം കണ്ട് ഭയന്നിട്ട് അവയവം ദാനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർ അതിൽ നിന്ന് പിൻവാങ്ങാനും ഇടയാവരുത് എന്നുള്ളതാണ്. കാരണം ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് കുടുംബങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടുന്ന കാര്യമാണ് അത്. കച്ചവടം നടക്കുന്നതിൽ നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കുക. അതിന് ആ രീതിയിലുള്ള നടപടിയിലേക്ക് പോവുക. അവയവ കച്ചവടം അംഗീകരിക്കാനാവില്ല. അവയവ ദാനത്തെ ബാധിക്കാത്ത വിധത്തിലാകണം അന്വേഷണമെന്നും മുൻ ആരോഗ്യമന്ത്രി. മൃതസഞ്ജീവനിയിലെ പ്രതിസന്ധിയെക്കുറിച്ചും കെ ശൈലജ ന്യൂസ് മലയാളത്തോട്. അവയവ കച്ചവടത്തിൽ സർക്കാർ കൃത്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. വലിയ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു. ഇതിന്റെ ബന്ധങ്ങളും പരിശോധിക്കണം. കേരളത്തിൽ അവയവ കൈമാറ്റത്തിന് കൃത്യമായ സംവിധാനമുണ്ടെന്നും മന്ത്രി. ഇവിടുന്ന് പല കാരണങ്ങളാൽ പുറത്തേക്ക് കൊണ്ടുപോയി അവിടുന്നാണ് അവയവമാറ്റം നടത്തിയിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കുറേ ആളുകളെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ റാക്കറ്റ് എത്ര കണ്ട് ശക്തമാണ് എന്നറിയാൻ വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വലിയ കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തടയാൻ വേണ്ടിയുള്ള ശക്തമായ നടപടി സ്വീകരിച്ചു. കെ രാധാകൃഷ്ണന്റെ പ്രതികരണം ന്യൂസ് മലയാളം വാർത്തയിൽ.
അവയവ കച്ചവടത്തിൽ പ്രതികരിച്ച് കിഡ്നി ദാതാവും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകനുമായ ഫാദർ ഡേവിസ് ചിറമേൽ. ദാനം ചെയ്യുന്ന അവയവങ്ങൾ അനർഹരിലേക്ക് എത്തില്ലെന്ന് സർക്കാർ ജനങ്ങൾക്ക് ഉറപ്പു നൽകണം. എത്തിക്സ് കമ്മിറ്റിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആവില്ലെന്നും ഫാദർ ഡേവിസ് ചിറമേൽ ന്യൂസ് മലയാളത്തിനോട്. അവയവ കച്ചവടം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് UDF കൺവീനർ MM ഹസൻ. വാർത്തയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കണം. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞ നിലയിലെന്നും ഹസൻ. നിലപാടെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അന്വേഷിക്കണം. ആ അവയവ കച്ചവടം നടത്തുന്ന ആളുകളുടെ പേരിൽ ശക്തമായ നടപടിയെടുക്കണം. മാസപ്പടി കേസിൽ SFIO അന്വേഷണം വേണമെന്ന ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. ഷോൺ ജോർജ് നൽകിയ ഉപഹർജിയിലെ നടപടികളും അവസാനിപ്പിച്ചു. SFIO അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മറ്റന്വേഷണം വേണ്ട. വളാഞ്ചേരി കൈക്കൂലി പരാതിയിൽ SIയും സഹായിയും അറസ്റ്റിൽ. വളാഞ്ചേരി SI ബിന്ദുലാൽ, സഹായിയായ അസൈനാർ എന്നിവരാണ് പിടിയിലായത്. CI സുനിൽ ദാസ് ഒളിവിലാണ്. ഇൻസ്പെക്ടർക്കെതിരെയും പരാതി വ്യാപകം. പോലീസ് അക്കാദമിയിൽ ലൈംഗിക അതിക്രമ പരാതിയിൽ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. നടപടി ഓഫീസർ കമാൻഡന്റ് പ്രേമനെതിരെ. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിലാണ് ADGP P വിജയന്റെ ഉത്തരവ്. സപ്ലൈകോയുടെ പേരിൽ വൻ തട്ടിപ്പ്. 7 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കടവന്ത്ര ഔട്ട്ലെറ്റിലെ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രനെതിരെ പോലീസ് കേസ്. വിശ്വാസവഞ്ചന, ആൾമാറാട്ടം വകുപ്പുകൾ ചുമത്തി. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയെന്നും GST നമ്പർ ദുരുപയോഗം ചെയ്തെന്നും പോലീസ്. ഔട്ട്ലെറ്റിലെ ജീവനക്കാർ സഹായിച്ചെന്നും സംശയം. ബാർക്കോഴയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് പാലക്കാട് കളക്ടറേറ്റിൽ മാർച്ചിൽ സംഘർഷം. മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യം. മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും. ജലപീരങ്കി പ്രയോഗിച്ചു. അഴിമതിക്ക് പിന്നിൽ CPM എന്നും LDFിലെ മറ്റ് ഘടകകക്ഷികളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈനാക്കി. KSRTC യൂണിറ്റുകളിൽ നേരിട്ടെത്തുന്നതിന് പകരം ഇനി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പുതിയ തീരുമാനത്തിലൂടെ കൺസെഷൻ ലഭിക്കാനുള്ള കാലതാമസത്തിനും പരിഹാരം. KSRTC ബസ്സിൽ യുവതി പ്രസവിച്ച സംഭവം. കുഞ്ഞിന് സമ്മാനവുമായി KSRTC ഉദ്യോഗസ്ഥർ. അമ്മയുടെയും കുഞ്ഞിന്റെയും ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് അമല ആശുപത്രി അധികൃതർ. ഇരുവർക്കും സഹായങ്ങൾ ചെയ്തവരെയും ആദരിച്ചു. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാൻ KSRTC തീരുമാനം. MD ചേർന്ന പ്രത്യേക യോഗത്തിൽ അറ്റകുറ്റപ്പണികൾ തീർത്താകും കൂടുതൽ ബസ്സുകൾ ഇറക്കുക. സർവീസ് കാര്യക്ഷമമാക്കാൻ യോഗത്തിൽ നിർദ്ദേശം. AKG സെന്റർ ആക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി ആദ്യഘട്ട കുറ്റപത്രം. ആക്രമണം KPCC ഓഫീസിനെതിരായ DYFI പ്രതിഷേധത്തിലുള്ള വൈരാഗ്യത്തിൽ. വടകരയിലെ കാഫിർ വിവാദത്തിൽ KK ശൈലജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി K മുരളീധരൻ. കാഫിർ പ്രയോഗം നടത്തിയത് ശൈലജയുടെ നേതൃത്വത്തിൽ. MSF പ്രവർത്തകന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുവെന്നും K മുരളീധരൻ. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന് മെഹബൂബ മുഫ്തിക്കെതിരെ FIR. കേസ് നിരോധനാജ്ഞ ലംഘിച്ചതിന്. തെരഞ്ഞെടുപ്പ് ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചതിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി. കേസ് CRPC സെക്ഷൻ 144 പ്രകാരം.
റെമാൽ ചുഴലിക്കാറ്റിൽ അസമിൽ ഒരു മരണം, 2 പേരെ കാണാതായി. കനത്ത മഴയിലും രൂക്ഷമായ വെള്ളപ്പൊക്കത്തിലുമായി 41,000 പേർ ദുരിതത്തിൽ. മഴയും ചുഴലിക്കാറ്റും നാശം വിതച്ചത് അസമിലെ 8 ജില്ലകളിൽ. കരിമഞ്ച്, കച്ചാർ, ഹൈലാഗണ്ഡി എന്നീ ജില്ലകളിൽ കനത്ത നാശം. കരിമഞ്ചിലെ 66 ഗ്രാമങ്ങളും 5ഓളം തീരപ്രദേശങ്ങളും മുങ്ങി. ലൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് JDS MP പ്രജ്വൽ രേവണ്ണ. അപേക്ഷ നൽകിയത് ബംഗളൂരു സെഷൻസ് കോടതിയിൽ. ചോദ്യം ചെയ്യലിനായി ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുമെന്ന് പ്രജ്വൽ. നരേന്ദ്രമോദിയുടെ ദൈവപരാമർശത്തെ പരിഹസിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. നരേന്ദ്രമോദിക്ക് ക്ഷേത്രം പണിത് വഴിപാടുകൾ നൽകാം, പക്ഷേ കലാപം ഉണ്ടാക്കരുത്. മമതയുടെ പരിഹാസം കൊൽക്കത്തയിലെ റാലി. തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് മല്ലികാർജുൻ ഖാർഗെ. അക്രമബാധിതമായ മണിപ്പൂരിൽ മോദി ഒരിക്കൽ പോലും സന്ദർശിച്ചിട്ടില്ലെന്ന് വിമർശനം. മണിപ്പൂരിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ പര്യടനം നടത്തിയെന്നും വിദേശയാത്ര നടത്തിയെന്നും ഖാർഗെ. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ കാർഷിക കടം എഴുതിത്തള്ളുമെന്ന് രാഹുൽ ഗാന്ധി. കർഷകർക്കായി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുമെന്നും രാഹുൽ. പ്രഖ്യാപനം പഞ്ചാബിലെ ലുധിയാനയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ. RJDയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് രാജ്നാഥ് സിംഗ്. ഒരു വിളക്ക് എത്ര പ്രകാശിച്ചാലും ഒരു മുറിയെ മാത്രമേ പ്രകാശിപ്പിക്കാൻ സാധിക്കൂ. ബീഹാറിൽ വിളക്ക് യുഗം ഉടൻ അവസാനിക്കുമെന്നും രാജ്നാഥ് സിംഗ്. കോൺഗ്രസിനെ ദിനോസറുകളോട് താരതമ്യപ്പെടുത്തി. വംശനാശം സംഭവിക്കുമെന്ന് രാജ്നാഥ് സിംഗ്. മൂന്ന് സംസ്ഥാനങ്ങളിൽ CAA നടപ്പാക്കി കേന്ദ്രം. നടപ്പാക്കിയത് ബംഗാൾ, ഹരിയാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ. CAA പ്രകാരം അപേക്ഷിച്ച ആദ്യഘട്ടത്തിലുള്ളവർക്ക് പൗരത്വം നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അപേക്ഷകർക്ക് പൗരത്വം നൽകിയത് അതത് സംസ്ഥാന എംപവേർഡ് കമ്മിറ്റി. കേന്ദ്ര സർക്കാർ നടപടി ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ്. സംസ്ഥാനത്തെ യൂണിഫോം പ്രതിസന്ധിയിൽ വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി. സാമ്പത്തിക പ്രതിസന്ധി കുടിശ്ശികയ്ക്കിടയാക്കിയെന്ന് വി ശിവൻകുട്ടി. ധനവകുപ്പ് പണം അനുവദിച്ചിട്ടുണ്ട്. കുടിശ്ശിക ഈ വർഷം കൊടുത്തു തീർക്കുമെന്ന് ശിവൻകുട്ടി. പുലർച്ചെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും മകനെയും വധിക്കാൻ ശ്രമം. സംഭവത്തിൽ 3 പേർ പന്തീരാങ്കാവ് പോലീസിന്റെ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് പ്രത്യേക സ്ക്വാഡ്. ഇന്ത്യൻ അതിർത്തിയിൽ പോർ വിമാനങ്ങൾ വിന്യസിച്ച് ചൈന. അത്യാധുനിക J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ സിക്കിമിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ. പ്രതികരിക്കാതെ ഇന്ത്യൻ വ്യോമസേന. റഫേൽ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ രൂക്ഷമായി വിമർശിച്ച് സൗദി അറേബ്യയും ഖത്തറും. റഫേലും ആക്രമണം നടക്കുന്ന പലസ്തീന്റെ മേഖലകളിലും സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദി ഇസ്രയേലായിരിക്കുമെന്ന് സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ്. പ്രതിരോധമില്ലാത്ത മനുഷ്യരെയാണ് ആക്രമിക്കുന്നതെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം. വിഷു ബമ്പർ ഭാഗ്യശാലി ആലപ്പുഴയിൽ തന്നെ. 12 കോടിയുടെ 1ാം സമ്മാനം CRPF റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പഴവീട് സ്വദേശി വിശ്വംഭരന്. സ്ഥിരമായി ലോട്ടറി എടുക്കാറുണ്ടെന്നും വിശ്വംഭരൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതികയ്ക്കെതിരെ സംഘപരിവാർ അനുകൂലികളുടെ സൈബർ ആക്രമണം. വിമർശനം പലസ്തീനെ പിന്തുണച്ച് ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ടതിന് പിന്നാലെ. ഋതിക ഷെയർ ചെയ്തത് ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്റ്. വിവാദമായതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഋതിക.
കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഷാരൂഖ് ഖാനൊപ്പം തനിക്ക് അടുത്ത ലക്ഷ്യമുണ്ടെന്ന് ഗൗതം ഗംഭീർ. കൊൽക്കത്തയ്ക്ക് 2 കിരീടങ്ങൾ കൂടെ വേണമെന്നും അതിലേക്കുള്ള യാത്ര തുടങ്ങിയതേയുള്ളൂവെന്നും ഗംഭീർ. പ്രതികരണം: ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ.